ഹലോ ഹായ്, ഡോക്ടർ ലിഷാനയാണ്. സൈനസൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നെങ്കിലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ടുണ്ടാകാൻ പറ്റും. സൈനസൈറ്റിസിന് ആയുർവേദത്തിൽ ദുഷ്ടപ്രതിശായ എന്നാണ് പറയുന്നത്. ആചാര്യന്മാർ അറിഞ്ഞിട്ട പേര് പോലെയുണ്ട്. ദുഷ്ടപ്രതിശായ എന്ന് വെച്ചാൽ, പ്രതിശായ എന്ന് വെച്ചാൽ മൂക്കൊലിപ്പ്. അപ്പോൾ അത്രത്തോളം കഷ്ടത ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് സൈനസൈറ്റിസ്, അപ്പം ലക്ഷണങ്ങൾ പറയുന്നതിന് മുമ്പ് സൈനസസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ മൂക്കിന് ചുറ്റും കാണുന്ന വായു നിറഞ്ഞ അറകളാണ്, അല്ലെങ്കിൽ എയർ ഫിൽഡ് ക്യാവിറ്റീസ് ആണ് സൈനസൈറ്റിസ്. ഇത് നമ്മുടെ മൂക്കിന് ചുറ്റും ഇരിപ്പുണ്ട്. അപ്പം സാധാരണ രീതിയിൽ ഇതിൽ ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരം വഴിയാണ് ഈ കഫം പുറത്തോട്ട് പോകുന്നതും ബാക്ടീരിയയും വൈറസും ഒക്കെ അങ്ങനെ പുറത്തോട്ട് ഇട്ട് ശുദ്ധിയാവും. അത് നമ്മളെന്ന് ഫ്രഷ് ആക്കി നിർത്തുകയും മുഖത്തിനൊരു ലൈറ്റ്നസ് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താ സംഭവിക്കുക, ചില സമയത്ത് ഈ സൈനസിനെ ലൈൻ ചെയ്യുന്ന ചെറിയൊരു നേർത്ത പാടയുണ്ട്. അതായത് ആ ഒരു മ്യൂക്കസ് മെംബ്രെയിനകത്ത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരികയും അത് ആ കഫം എല്ലാം കൂടെ അതിനകത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അങ്ങനെ പുറത്തു പോകാൻ പറ്റാത്ത വഴി അത് നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് സൈനസൈറ്റിസ് ആയിട്ട് വരുന്നത്. മെയിൻലി നമുക്ക് മുഖത്തിലെ പ്രഷർ അങ്ങ് ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഭയങ്കര പ്രഷറായിരിക്കും മുഖത്തെല്ലാം. പിന്നെ നമുക്ക് തൊടുമ്പോൾ, ഈ രണ്ട് വശങ്ങളിലും തൊടുമ്പോൾ, അതേപോലെ കണ്ണിൻ്റെ ബാക്ക് വശത്ത് നെറ്റിയിൽ പുരുവത്തിന് മുകളിലായിട്ടൊക്കെ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കര വേദന, സ്റ്റിക്കി ആയിട്ടുള്ള നേസൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വരുന്ന കട്ടിയായിട്ടുള്ള കഫം, അതുപോലെ തന്നെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, നമ്മുടെ തൊണ്ടയ്ക്ക് ബാക്കിലൂടെ വരുന്ന ഒരു ഒലിച്ചിറങ്ങുമല്ലോ കഫം, അങ്ങനെ അവസ്ഥ. തലവേദന പ്രധാന ലക്ഷണമാണ് കേട്ടോ. തലവേദന ഇല്ലെങ്കിൽ അത് സൈനസൈറ്റിസ് അല്ല. പിന്നെന്താ വരിക, രാവിലെ ആയിരിക്കും സിംറ്റംസ് ഒക്കെ കൂടുന്നത്. കാരണം രാവിലെ കഫം കൂടുതലായിരിക്കും. പിന്നെ ടെമ്പറേച്ചർ കൂടുന്തോറും അതങ്ങ് സബ്സൈഡ് ചെയ്ത് വരും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ചിലർക്ക് പെട്ടെന്ന് സൈനസൈറ്റിസ് വരും. അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് വെച്ചാൽ അത് മിക്കവാറും ഒരു ശക്തമായ ജലദോഷം അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ ഇതൊക്കെ വരുമ്പോഴായിരിക്കും ഈ ഒരു അക്യൂട്ടായിട്ട് വരുന്നത്. അതൊരു 10 ദിവസത്തിലെങ്കിൽ മാറിപ്പോയിക്കോളും. ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ചില അലർജി കാരണം, ആസ്മ കാരണം, അതേപോലെ മൂക്കിൽ വരുന്ന കുറച്ച് ദശകൾ, അതായത് നേസൽ പോളിപ്സ്, ഡീവിയേഷൻ, അതായത് സെപ്റ്റം ഡീവിയേഷൻ, അല്ലെങ്കിൽ മൂക്കിന്റെ പാലത്തിനുണ്ടാവുന്ന ഒരു വളവ്, ഇതൊക്കെ കാണും ക്രോണിക്. അത് നിരന്തരമായിട്ട് നമുക്ക് സൈനസൈറ്റിസ് വന്നും ബുദ്ധിമുട്ടും. മറ്റ് ചിലതുണ്ട് റിക്കറൻറ്റ് സൈനസൈറ്റിസ്, അതായത് വർഷത്തിൽ 4 തവണ കൂടുതലൊക്കെ വരുന്നതാണ് റിക്കറൻറ്റ് സൈനസൈറ്റിസ്. അപ്പോൾ സാധാരണ സൈനസൈറ്റിസ് ഒരു 10 ദിവസം കൊണ്ട് മാറുന്നെങ്കിൽ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരണമെങ്കിൽ അതൊരു 12 ആഴ്ചയിൽ കൂടുതൽ നമുക്ക് ഈ ലക്ഷണങ്ങളെല്ലാം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ക്രോണിക് ആവുകയും കുറച്ച് അധികം നിൽക്കുന്ന ഒരു സൈനസൈറ്റിസ് ആയിട്ട് മാറുന്നത്. സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, മെയിനായിട്ട് നിങ്ങൾ പഥ്യം പാലിക്കണം. അതിപ്പോൾ നിങ്ങൾ അലോപ്പതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ആയുർവേദമാണ്, ഹോമിയോ ആണ്, എന്താണെങ്കിലും ശരി, അതിനെ കൂട്ടാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ കഫം പുറത്തു പോവുകയും വേണം. കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, AC അമിതമായി നമ്മൾ ഉപയോഗിക്കുക, AC അമിതമായിട്ട് ഉപയോഗിക്കുക, ഡയറക്റ്റായിട്ട് ACയുടെ കാറ്റടിക്കുക, അതേപോലെ തണുത്ത പദാർത്ഥങ്ങൾ, കോൾഡ് ഡ്രിങ്ക്സ് ആണെങ്കിലും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച ഐറ്റംസ് ഒരുപാട് കഴിക്കുക. ആ സമയത്തുള്ള എണ്ണ തേച്ചൊക്കെ ആണെങ്കിലും, അതായത് തണുത്ത വെള്ളത്തിലാക്കിയുള്ള തല നനച്ചുള്ള കുളി, ഡെയിലി തല നനച്ചുള്ള കുളി. ഈ സൈനസൈറ്റിസ് ഉള്ളവർ ഡെയിലി തല നനച്ച് കുളിക്കരുത് കേട്ടോ, അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് അവർക്ക് ആഴ്ചയിൽ 2-3 തവണ കുളിക്കാം. എപ്പോഴും രാവിലെ കുറച്ച് ഉച്ചയ്ക്ക് മുമ്പായിട്ടൊക്കെ കുളിക്കുന്നതായിരിക്കും നല്ലത്. ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ വെതർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ചില പേർക്ക് സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി സൈനസൈറ്റിസ് ഒക്കെ വന്ന ബുദ്ധിമുട്ടാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി നിങ്ങൾ പഥ്യം പാലിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആവി കൊള്ളുന്നത് ശീലമാക്കണം. ഒരു 2 തവണ രാവിലെയും വൈകിട്ടുമാണ് ആവി കൊള്ളേണ്ടത്. അത് തുളസിയില ഇട്ട തിളപ്പിച്ച വെള്ളത്തിൽ നിങ്ങൾക്ക് ആവി കൊള്ളുകയോ അല്ലെങ്കിൽ ഒരു ഇൻഹേലർ വെച്ചിട്ട് അതിനകത്ത് തുളസി നീര് ഒഴിച്ചിട്ട് ആവി കൊള്ളുകയോ ചെയ്യാം. അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ നേസൽ സ്പ്രേസ്, അതായത് ആയുർവേദത്തിലാണെങ്കിൽ ഒരുപാട് നല്ല ഓയിൽസ് ഒക്കെ കിട്ടും. അത് നിങ്ങൾക്ക് മൂക്കിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് തരും. അത് രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. ഒരു മൂക്ക് നമ്മളൊന്ന് കിടന്നിട്ട് തലയണയിൽ തല വെച്ചിട്ട് കുറച്ചൊന്ന് ഉയർത്തി വെച്ചതിന് ശേഷം ഒരു നോസ്ട്രിൽ അടച്ചു പിടിച്ചതിന് ശേഷം 2 ഡ്രോപ്സ് അല്ലെങ്കിൽ 1 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്ത് മുകളിലോട്ട് വലിക്കണം. അതേപോലെ മറ്റേ നോസ്ട്രിലും റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ചൂടുവെള്ളം 2 കൈകളിലും ചൂടുവെള്ളം പിടിച്ചതിന് ശേഷം ഇങ്ങനെ മുഖത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഈ 2 വശവും മൂക്കും ഈ കൈ ആ വെള്ളത്തിനകത്തോട്ട് നിൽക്കണം. അപ്പം അങ്ങനെ ആ ഒരു ചൂടിങ്ങനെ കിട്ടുമ്പോഴത്തേക്കും കുറച്ചൊക്കെ കഫം ഇങ്ങനെ തന്നെ ഇളകിപ്പോകും. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുറേയൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അങ്ങ് മാറിക്കോളും. കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊന്നുമില്ല. ഈ സൈനസൈറ്റിസ് വന്നാൽ ഘട്ടം ഘട്ടമായിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. രോഗിക്ക് എവിടെയാണോ ശാന്തത അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നത് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നാളൊക്കെ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നല്ലപോലെ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്ന ആണ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ. എല്ലാവരും ശുഭദിനം നേരുന്നു.
മറ്റൊരു വിഷയമായിട്ട് കാണുമ്പോഴേക്കും വണക്കം.